ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിനെതിരെ ഹൂത്തി ആക്രമണങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന നിലപാടാണ് പൊതുവെ ഇസ്രായേൽ സ്വീകരിച്ചു വരാറുള്ളത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഹൂത്തികൾ കൂടി ഇടപെട്ടതോടെ അതിഭീകരമായ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികളിൽ നിന്നുള്ള ഓരോ ആക്രമണത്തിന് ശേഷവും മിസൈലുകൾ തുറന്ന പ്രദേശത്ത് വീണു, ആർക്കും പരിക്കില്ല, ഒരു കാറിൻ്റെ ചില്ല് പൊട്ടി, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകളെ തടഞ്ഞു എന്നിങ്ങനെ വാർത്തകളിലൂടെ ആക്രമണത്തെ നിസ്സാരമാക്കി കളയുകയാണ് പൊതുവെ അവർ ചെയ്യാറുള്ളത്. അതിനായി വാർത്തകൾ സെൻസർ ചെയ്യുകയും ചിത്രങ്ങൾ പുറത്തു വരാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നു. എന്നാൽ ഈ സെൻസറിങ്ങിനെയും മറികടന്ന് എക്സിലൂടെയും ടെലഗ്രാമിലൂടെയും വാർത്തകൾ ചോരുന്നതാണ് പുറം ലോകം ഇത്തരം കാര്യങ്ങൾ അറിയാൻ കാരണമാകുന്നത്. ഇസ്രായേലിന് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളിൽ ഒന്നുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനായ അഷ്കലോണിലെ റോട്ടൻബർഗ് പവർ സ്റ്റേഷനിൽ വൻ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് രാജ്യത്തെ വൈദ്യുതിയെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തുകയും അതിഭീമമായ നഷ്ടവുമാണ് രാജ്യത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. എന്നാൽ അവരോടനുബന്ധിച്ച് പ്രചരിച്ച ചിത്രങ്ങൾ 2013 സൗദി അറേബ്യയിൽ സംഭവിച്ചതാണെന്ന തരത്തിൽ ഫാക്ട് ചെക്കേഴ്സ് പ്രചരിപ്പിക്കുമ്പോഴും ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. ഈ പവർ പ്ലാന്റിനെ ഹൂത്തികൾ 2003-ലും 2014 ഓഗസ്റ്റിലും ഡിസംബറിലും 2015 ജനുവരിയിലുമൊക്കെ ഉന്നം വെച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നുവെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഈ ആക്രമണത്തെ ലോകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്തയാക്കുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനായി പവർ സ്റ്റേഷന്റെ ചിമ്മിനിക്ക് സമീപമുള്ള ഒരു പവർ ജനറേറ്ററിന്റെ ഗ്യാസ് കളക്ടറിലാണ് തീപിടുത്തമുണ്ടായത്, കാരണം വ്യക്തമല്ല എന്നൊക്കെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഈ കാരണം വ്യക്തമല്ലാത്തതിനെയാണ് ആക്രമണം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതേസമയം യമനിലെ ഒരു ഇന്ധന തുറമുഖമായ റാസ് ഇസ്രയേൽ ഇന്നലെ US നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 38 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. US നടത്തിയ ഈ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രായേലിന്റെ ടെൽ അവീവ്, അഷ്കലോൺ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പ്രദേശങ്ങൾക്ക് നേരെ ഹൂത്തികൾ അതിഭയങ്കരമായ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനെ തടയാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നിലവിലെ അവസ്ഥ വെച്ച് ഈ മിസൈലുകളെല്ലാം വെറും കൈകൊണ്ട് തടയാൻ മാത്രമേ ഇസ്രായേൽ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. കാരണം ഇവരുടെ പേരുകേട്ട അയൺ ഡോം, അതുകൂടാതെ അമേരിക്ക കൊടുത്ത താഡ് സംവിധാനങ്ങൾ, ഇവയ്ക്കൊന്നും ഈ ഹൂത്തികൾ അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ കഴിയുന്നില്ലെന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ മിസൈലുകളിൽ ഒന്നാണ് അഷ്കലോണിലെ പവർ സ്റ്റേഷനെ തകർത്തതെന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ ഇറാന് നേരെ ഒരു ആണവായുധം പ്രയോഗിക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതി മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹൂത്തികൾ ഇസ്രായേലിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണങ്ങൾ തുടരുകയാണ്. ഇവയെല്ലാം ഭൂമിക്കടിയിലായതുകൊണ്ട് മാത്രമാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്. എങ്കിലും ഹൂത്തികൾ ഈ ആണവ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. അതല്ലാതെ ഒരിക്കലും ഹൂത്തികൾ പൊതുജനങ്ങൾക്ക് മേലോ അതല്ലെങ്കിൽ പട്ടണത്തിലേക്കോ ഒന്നുമല്ല അവർ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ, അതല്ലെങ്കിൽ ഇതുപോലെ ഈ പവർ സ്റ്റേഷനുകൾ, അതല്ലെങ്കിൽ മറ്റൊന്ന് ഈ ആണവായുധ കേന്ദ്രങ്ങൾ, ഇവയ്ക്ക് ലക്ഷ്യം വെച്ചാണ് ഹൂത്തികൾ ആക്രമിക്കുന്നത്. അതല്ലാതെ ജൂതന്മാർ ചെയ്യുന്ന പോലെ കുട്ടികളും സ്ത്രീകളും മാത്രമുള്ള പ്രദേശത്തേക്ക് അവരുടെ ടെന്റിന് മേലെ ആക്രമണം നടത്തുന്ന രീതിയല്ല ഇവർ അവലംബിക്കുന്നത്. എന്നാൽ ഇറാനെ ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കുക എന്ന നെതന്യാഹുവിന്റെ ആഗ്രഹത്തിന് ട്രംപ് സഹകരിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നെതന്യാഹുവിനെ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും തുടർ ചർച്ചകൾ വേണ്ട, ഇറാനെ ആക്രമിക്കണം എന്ന് ട്രംപിന് മേൽ നെതന്യാഹു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ മാറിയിട്ട് ഇറാനെ ആക്രമിക്കുന്ന പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും അതിന് തിടുക്കമില്ല എന്നും മാത്രമാണ് ട്രംപ് പറഞ്ഞു വരുന്നത്. അതിനായി ട്രംപ് കാരണം പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി എന്നുള്ളത് അവരുടെ വൈദ്യുതി ആവശ്യങ്ങൾക്കും അങ്ങനെയുള്ള മറ്റ് സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതല്ല. അതിനു പകരം ഇത്രയധികം ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ്. അക്കാര്യത്തിൽ അമേരിക്ക സംശയിക്കുന്നു എന്നും ഈ ട്രംപ് ഊന്നി പറയുകയാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇറാനെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. അതിനർത്ഥം അഥവാ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോയാൽ അവ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി കിട്ടുമെന്നുള്ള
ഏക ഭയം കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അഥവാ ഇറാന്റെ ആണവ അണ്വായുധ ശേഖരങ്ങൾ പരിശോധിക്കാൻ ഒരു അവസരം അവർക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ, ആ പരിശോധനയുടെ ഇറാനെ ഈ പറയപ്പെട്ട ശക്തികളൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായും ഇറാനെ ആക്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇനി അതല്ല, പരിശോധനയിലൂടെ ഇറാൻ വളരെ ശക്തമായ ഒരു രാഷ്ട്രമാണ്, അവരെ അടിച്ചൊന്നും പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കരാറിന്റെ കാരണം പറഞ്ഞ് ആ മറവിൽ ഇവർക്ക് യുദ്ധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാനും കഴിയും. ഇതാണ് ശരിക്കും ട്രംപ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടുക എന്ന് മാത്രമാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ അവരുടെ ഉള്ളിലെ ഉദ്ദേശം ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി അവർ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്ന രീതിയിൽ അമേരിക്ക പിന്നിലൂടെ ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ അമേരിക്കൻ സൈനിക താവളത്തിൽ ഏറ്റവും കരുത്തുള്ള യുദ്ധവിമാനങ്ങളും അനേകം സൈനികരെയും യുദ്ധക്കപ്പലുകളെയും അമേരിക്ക തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇറാന് തൊട്ടടുത്തുള്ള സിറിയയിൽ നിന്നും വെറും 1000 സൈനികരെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി 600 ട്രൂപ്പുകളെയും അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്ന തിരക്കിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. സിറിയൻ പ്രശ്നങ്ങൾ ഇനിയും അവസാനിക്കാത്ത സ്ഥിതിക്ക് അവിടെ നിന്നും സൈനികരെ മാറ്റുന്നത് ഇറാനുമായി ഒരു യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങളെ മറികടക്കാൻ ഇറാനും ചില മാർഗങ്ങൾ തേടുകയാണ്. അതിനായി സൗദി അറേബ്യയുമായി കൈകോർക്കാനാണ് ഇപ്പോൾ ഇറാന്റെ തിരക്കിട്ട ശ്രമം. ഇതിന്റെ ഭാഗമായി ഇന്നലെ മിനിഞ്ഞാന്നുമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി അക്ബർ അഹമ്മദിയാനുമായും ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയുമായി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി, അദ്ദേഹം രാജകുമാരനാണ്. അതുമാത്രമല്ല, ഈ ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ ക്ഷണപ്രകാരം ഇറാനിലെത്തുകയും അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മീറ്റിംഗിൽ സൗദി അറേബ്യയെ ആണവരാജ്യമാക്കാൻ സഹായിക്കാം എന്ന ഒരു വലിയ വാഗ്ദാനമാണ് ആയത്തുള്ള അലി ഖൊമേനി ഈ രാജകുമാരന്റെ മുന്നിൽ വെച്ചത്. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നത്. ഇത് അമേരിക്ക കൊടുക്കുന്ന പോലത്തെ ഒരു വാഗ്ദാനമല്ല. ഇറാൻ അത്തരം ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും സൗദിയെയും ആണവവൽക്കരിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അതുമാത്രമല്ല, ഇറാനും സൗദിയുമായിട്ടുള്ള പ്രാദേശിക തർക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക, പ്രതിരോധ, വികസന രംഗങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സഹകരിക്കാം എന്നൊരു വാഗ്ദാനവുമാണ് ഈ അലി ഖൊമേനി ഈ രാജകുമാരന്റെ മുന്നിൽ വെച്ചിട്ടുള്ളത്. അത് സൗദി അറേബ്യയെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന്റെ പ്രധാന കാരണം വെച്ചാൽ ഇറാനിൽ നിന്നുള്ള ഭീഷണി ഈ സൗദിക്കും മറ്റു അറബ് രാഷ്ട്രങ്ങൾക്കും ഒഴിയുകയാണ് എന്നുള്ളതാണ്. ഇറാൻ എന്നും അവർക്ക് മേലെ ഒരു ഭീഷണി തന്നെയാണ്. എന്നാൽ ഇവരെല്ലാം കൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവർക്കെല്ലാവർക്കും തന്നെ നല്ലത് തന്നെയാണ്. ഇവർ ഒത്തുചേരാതിരിക്കാനാണ് അമേരിക്ക ഈ പാടുപെടുന്നത് മുഴുവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗദിയുമായിട്ടുള്ള ഇറാന്റെ ഈ സൗഹൃദം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ നിലനിൽപ്പിനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അമേരിക്കയെ സംബന്ധിച്ച് സൗദി പോലെ വിശ്വസിച്ച് നിലയുറപ്പിക്കാൻ പറ്റുന്ന ഒരു രാജ്യം മിഡിൽ ഈസ്റ്റിൽ വേറെ ഇല്ല എന്നുള്ളതാണ്. പണ്ട് ഇറാഖിനെ ആക്രമിക്കാനും അമേരിക്ക ആശ്രയിച്ചത് സൗദിയെ തന്നെയാണ്. സൗദിയുടെ വിശാലമായ പ്രദേശത്ത് നിന്നുകൊണ്ട് ഇറാനെയോ അല്ലെങ്കിൽ ഇറാഖിനെയോ ഒക്കെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് വളരെയധികം സൗകര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സൗദിയെ കൂടുതൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ, അതായത് ഈ ദുബായ്, ഖത്തർ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ ഒരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. അപ്പോൾ അവർ ഈ സമാധാനമൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് അവരെ പാട്ടിലാക്കാൻ അമേരിക്കയ്ക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് സോപ്പിട്ട് അമേരിക്ക എവിടേക്ക് വരികയും സൗദി അറേബ്യയിൽ കുറേ നിക്ഷേപം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ സൈനിക താവളം അടിക്കാനുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഉണ്ട് എങ്കിൽ തന്നെ അതൊരു വിശാലമാക്കിക്കൊണ്ട് ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും ഭീഷണിയാകാനുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അതിന് നേരെ തിരിച്ചടിയായിട്ടാണ് ഇറാനും സൗദി അറേബ്യയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് വരാൻ പോകുന്നത്. ഇറാന്റെ ഓരോ നീക്കവും വളരെ കരുതലോടെയാണ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുമ്പോഴും ഇതിന്റെ ഫലം അഥവാ ഇറാൻ അനുകൂലമായി വന്നാൽ പോലും അത് താൽക്കാലികമാണ് എന്ന് ഇറാൻ വിശ്വസിക്കുന്നു എന്നാണ് ഈ അലി ഖൊമേനി കഴിഞ്ഞ ദിവസം രാഷ്ട്രത്തോട് സംബോധന ചെയ്ത് പറഞ്ഞത്. തന്ത്രങ്ങളിലൂടെ ചതിയും വഞ്ചനയും നടത്താൻ അമേരിക്കയും ഇസ്രയേലും പരമാവധി ശ്രമിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഹൂത്തികളെ പിടിച്ചുകെട്ടി ചെങ്കടല് സ്വന്തമാക്കിക്കൊണ്ട് അതിലൂടെ സുഗമമായ ഒരു ചരക്ക് യാത്ര നടത്തണമെങ്കിൽ ഒന്നുകിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കണം, അതല്ലെങ്കിൽ
ഇറാനുമായ ഒരു യുദ്ധത്തിലൂടെ ഹൂത്തികളെ ഒതുക്കാൻ കഴിയും എന്നൊക്കെയാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. എന്നാൽ ഹൂത്തികളെ ഒതുക്കാൻ ഇറാനെ ആക്രമിച്ചതുകൊണ്ട് മാത്രം സാധ്യമാവുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. യുദ്ധമുണ്ടാകുമോ അതോ ഈ ചർച്ചകളിലൂടെ അവർ തമ്മിലൊരു സമവായത്തിലെത്തുമോ എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സൗദി അറേബ്യയിലെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ കാലാവസ്ഥ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വേറെ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഈ മിഡിൽ ഈസ്റ്റിലെ കാലാവസ്ഥ ഇങ്ങനെ യുദ്ധ കാലാവസ്ഥ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.